2009 നടന്ന G7 ഉച്ചകോടിയുടെ ചിത്രങ്ങളാണത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ എത്തിയ സമയത്ത് പുറകിലാണ് അദ്ദേഹത്തിന് അവസരമുണ്ടായത്. വളരെ പുറകിൽ, വളരെ കാണാത്ത രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ചിത്രത്തിൽ വ്യക്തമാണ് അല്ലേ? അടുത്തതായിട്ട് 2007 അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം 2007 പോകുമ്പോഴും G7 അദ്ദേഹത്തിന്റെ സ്ഥാനം പുറകിലായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് അത്ര വലിയ പ്രാധാന്യം G7 അല്ലെങ്കിൽ G8 ഉച്ചകോടികളിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഈ ചിത്രങ്ങളിൽ നിന്ന് മാത്രമല്ല വ്യക്തമാവുന്നത്. 2009 ശേഷം പിന്നീട് ഇന്ത്യയിൽ നിന്ന് ആരെയും വിളിച്ചിട്ടില്ലെന്നേ. 2009 ശേഷം G7 G8 ഉച്ചകോടിയിലേക്കൊന്നും ഇന്ത്യ വിളിച്ചിട്ടില്ല. ബംഗ്ലാദേശിനെ പോലും തുടർച്ചയായി വിളിച്ച സമയത്ത് ഇന്ത്യയെ വിളിച്ചിട്ടില്ല. 2013 വിളിച്ചില്ല, 12 വിളിച്ചില്ല, 14 വിളിച്ചില്ല. മോദി 14 വരുന്നത്. 14 വിളിച്ചില്ല, 15 വിളിച്ചില്ല, 16 17 18 ഇന്ത്യയെ വിളിക്കുന്നില്ല. ഈ കാലയളവിലൊക്കെ ബംഗ്ലാദേശ് വന്നുപോയി, പല ആഫ്രിക്കൻ രാജ്യങ്ങൾ വന്നുപോയി. ഒട്ടും പ്രസക്തമല്ല എന്ന് തോന്നുന്ന രാജ്യങ്ങൾ പോലും G7 ഉച്ചകോടിയിൽ ഭാഗമായപ്പോൾ ഇന്ത്യക്ക് ക്ഷണമില്ല. 2019 ഫ്രാൻസിൽ നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യക്ക് ക്ഷണമുണ്ടാവുന്നത്. ആ സമയത്ത് നരേന്ദ്രമോദി പോകുന്നു. അദ്ദേഹത്തിന് അന്ന് പുറകിലായിരുന്നു സ്ഥാനം. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് പുറകിലെ റോയിലേക്ക് പോകുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് ഈ G7 പോലെയുള്ള ഉച്ചകോടികളുടെ ഒരു ഫോട്ടോ സെഷൻ വരുന്ന സമയത്ത് ഒരു സ്വാഭാവിക കീഴ്വഴക്കം എന്ന് പറയുന്നത് അതിലെ പ്രധാന അംഗങ്ങളുടെ ഭരണാധികാരികൾ മുൻനിരയിൽ നിൽക്കും, ഗസ്റ്റായിട്ട് വരുന്നവരുടെ ഭരണാധികാരികൾ പുറകിൽ നിൽക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. മാത്രമല്ല, ഈ നമ്മളിപ്പോൾ ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന പൊസിഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ രാജാവ് ഭരിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ രാജാവാണ്. അപ്പൊ അതുകൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും ഈ ഓരോ രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും അവർക്കായിരിക്കും മുൻപിലെ വരിയിൽ സ്ഥാനം ഉണ്ടാവുക. പ്രധാനമന്ത്രിമാർക്ക് പലപ്പോഴും പുറകിലായിരിക്കും സ്ഥാനം കിട്ടുന്നത്. അതും ഒരു റീസൺ ആയിരുന്നു. മൻമോഹൻ സിംഗ് പുറകിലേക്ക് പോയതിലും നരേന്ദ്രമോദി 2019 പുറകിലേക്ക് പോയതിലുമൊക്കെ ഈ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഇവരൊക്കെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരായിട്ടാണ് പോയത്. മറിച്ച് പ്രസിഡന്റ് ആയിരുന്നു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലൊരു മാറ്റം വരാം. എന്നാലും G7 എപ്പോഴും പരിഗണന കൊടുക്കുന്നത് അതിലെ അംഗങ്ങളുടെ ഭരണാധികാരികൾക്കാണ്. അതിഥികൾക്ക് എപ്പോഴും 2ഉം 3ഉം നിരയിലായിരിക്കും സ്ഥാനം കൊടുക്കുക. അതൊരു ഇൻസൾട്ട് എന്ന നിലയിലല്ല, മറിച്ച് അങ്ങനെയാണ് കീഴ്വഴക്കം. എന്നാൽ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ആദ്യമായിട്ട് ഈ ഒരു G7 പങ്കെടുക്കാൻ പോയപ്പോൾ പുറകിൽ നിന്ന് അദ്ദേഹം 2026 അതേ ഫ്രാൻസിലോട്ട് തന്നെ വീണ്ടും G7 പങ്കെടുക്കാൻ പോകുമ്പോൾ നരേന്ദ്രമോദി നിൽക്കുന്നത് മുൻപിലത്തെ നിരയിലാണ് എന്ന് മാത്രമല്ല, ഇത്തവണത്തെ G7 ഉച്ചകോടി ഹോസ്റ്റ് ചെയ്യുന്ന പ്രസിഡന്റ് മാക്രോണിന്റെ തൊട്ടടുത്തുമാണ്. അതായത് നമ്മൾ ഇമ്മാനുവൽ മാക്രോണിന്റെ ഒരു വശത്ത് നമുക്ക് ട്രംപ് നിൽക്കുന്നത് കാണാം, മാക്രോണിന്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്നതും കാണാം. സോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ് നമ്മളിവിടെ കാണേണ്ടത്. നോക്കൂ, ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ട് എത്തുന്ന ഒരാൾക്ക് മുൻനിരയിൽ ഒരു സ്ഥാനം കൊടുക്കുന്നത് അതൊരു സ്വാഭാവിക കീഴ്വഴക്കമാണ്. ഒരു പ്രധാനമന്ത്രിക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യമായ കാരണങ്ങൾ കൊണ്ടാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച്, പ്രത്യേകിച്ച് 1961 വിയന്ന കൺവെൻഷൻ ചട്ടങ്ങൾ പ്രകാരം ഫോട്ടോ സെഷനുകളിൽ മുൻഗണന ലഭിക്കുന്നത് ചില പ്രധാന കാരണങ്ങൾ കൊണ്ടാണ്. അതായത് ഒരു രാജ്യത്തിന്റെ വലുപ്പമോ ശക്തിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാധീനമോ മാത്രം നോക്കിയിട്ടല്ല, അതിനൊരു മുൻഗണനാക്രമമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികളാണ് എപ്പോഴും ഒന്നാം നിരയിൽ അല്ലെങ്കിൽ ഫ്രണ്ട് റോയിൽ ഉണ്ടാവുക. അതായത് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, രാജാക്കന്മാര്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ രാജാവോ രാജ്ഞിയോ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും ഉയർന്ന മുൻഗണന. അത് കഴിഞ്ഞാൽ പ്രസിഡന്റുമാർ, USA, ഫ്രാൻസ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പദവിയിലുള്ളവരാണ്. അവർക്കായിരിക്കും മുൻഗണന. മൂന്നാമത്, രാജാക്കന്മാരും പ്രസിഡന്റുമാരും ഒരുമിച്ച് വരുമ്പോൾ ആ സമയത്ത് ആ പദവിയിൽ എത്ര കാലമായിട്ട് അവർ തുടരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മുൻഗണന നിശ്ചയിക്കും. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി രണ്ടാം മുൻഗണന എന്ന് പറയുന്നതാണ് ഗവൺമെന്റിന്റെ തലവന്മാർ, അതായത് പ്രധാനമന്ത്രിമാരൊക്കെ. അതായത് ഇന്ത്യ, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരൊക്കെ ഈ വിഭാഗത്തിലാണ് വരുന്നത്. ഇപ്പോഴത്തെ G7 ഉച്ചകോടിയിലെ ഫോട്ടോ തന്നെ എടുത്ത് നോക്കുക. അതിൽ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ പുറകിലാണ് നിൽക്കുന്നത്. നോക്കുക, അദ്ദേഹം G7 ഒരു പ്രധാന അംഗരാജ്യത്തിന്റെ ഭരണാധിപനാണ്. പക്ഷെ അദ്ദേഹം നിൽക്കുന്നത് പുറകിലാണ്. കാരണം അദ്ദേഹം ഒരു ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള ആളാണ്, ഹെഡ് ഓഫ് സ്റ്റേറ്റ് അല്ല. ഹെഡ് ഓഫ് സ്റ്റേറ്റ് കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബ്രിട്ടീഷ് രാജാവാണ്. അപ്പൊ ഈ പരമ്പരാഗത കീഴ്വഴക്കത്തെ തെറ്റിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്നാം നിരയിൽ നിർത്തിയിരിക്കുന്നത്.
അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു നിസ്സാരമായ കാര്യമല്ല. പലർക്കും ഇതൊക്കെ വളരെ നിസ്സാരമായി തോന്നുമോ, ഇതിലിപ്പോ എന്തിരിക്കുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ഉടനെ ട്രംപ് എണീറ്റ് നിന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തതിൽ ഇപ്പോൾ എന്താണ് അത്ഭുതം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചുറ്റും യൂറോപ്യൻ ലീഡേഴ്സ് വരിവരിയായി നിന്ന് അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുന്നതിലും ഇടപെടുന്നതിലും ഇപ്പോൾ എന്താണ് അത്ഭുതം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. നോക്കൂ, നയതന്ത്ര തലത്തിനകത്ത് അന്താരാഷ്ട്ര വേദികളിൽ ഒരു ഭരണാധികാരിയുടെ ശരീരഭാഷയും പെരുമാറ്റ രീതികളും വാക്കുകളെക്കാൾ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. നയതന്ത്രജ്ഞർ ഇതിനെ മൈക്രോ ഡിപ്ലോമസി എന്ന് വിളിക്കാറുണ്ട്. ഒരു ആഗോള ഉച്ചകോടിയിൽ ലോക നേതാക്കൾ തമ്മിൽ കാണിക്കുന്ന ഒരു ചെറിയ പുഞ്ചിരി, കൈകോർക്കൽ, കെട്ടിപ്പിടുത്തം, അല്ലെങ്കിൽ പരസ്പരം നോക്കുന്ന നോട്ടം പോലും കൃത്യമായി നിരീക്ഷിക്കപ്പെടാറുണ്ട്. കാരണം ഈ പെരുമാറ്റങ്ങളിൽ നിന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും ആ നേതാക്കളുടെ യഥാർത്ഥ താല്പര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും എന്നതുകൊണ്ടാണ്. പരമ്പരാഗതമായ പാശ്ചാത്യ നയതന്ത്രത്തിൽ നേതാക്കൾ കൈ കൊടുക്കുക മാത്രമാണ് പതിവ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കൾ നയതന്ത്ര ആലിംഗനം അഥവാ ഡിപ്ലോമാറ്റിക് ഹഗ് ഒരു തന്ത്രമായി ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു കെട്ടിപ്പിടുത്തം കാണിക്കുന്നത് കേവലം ഔദ്യോഗിക ബന്ധമല്ല, മറിച്ച് ഇരു നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദവും ഉയർന്ന വിശ്വാസവുമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, UI പ്രസിഡന്റ് എന്നിവരുമായിട്ടൊക്കെ നരേന്ദ്രമോദി നടത്തുന്ന ആലിംഗനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ അടുപ്പത്തെയാണ് കാണിക്കുന്നത്. പ്രസിഡന്റ് ട്രംപുമായിട്ട് അത്തരം ഒരു അടുപ്പം മുൻപ് മോദിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മോദി ഒരു ഷേക്ക് ഹാൻഡിൽ അത് നിർത്തിയാൽ, ആലിംഗനത്തിലേക്ക് അത് പോയില്ല എങ്കിൽ അതിന്റെ അർത്ഥം രണ്ട് രാജ്യങ്ങൾക്കും നേതാക്കൾക്കും ഇടയിൽ ഒരു അകൽച്ച ഉണ്ടായിരിക്കുന്നു എന്നതാണ്. എല്ലായ്പ്പോഴും മൈ ഫ്രണ്ട് എന്ന് പറയുന്ന നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപ് എന്ന് പറഞ്ഞ് ഒരു ട്വീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ചെറിയൊരു അകൽച്ച ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഭരണാധികാരികളുടെ ചെറിയ ചലനങ്ങൾക്ക് പോലും വലിയ അർത്ഥമുണ്ട് എന്നത് വിസ്മരിക്കരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ രണ്ടാമത്തെ നിരയിൽ നിർത്തിയിരുന്ന ഒരു കാലം നമ്മൾ കണ്ടതാണ്. 2009 ശേഷം നമ്മുടെ മൻമോഹൻ സിംഗ് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഓർക്കണം. 2013 വരെ അദ്ദേഹത്തെ പിന്നീട് ഈ പറയുന്ന G7 ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് 2019 ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത്. എന്താണ് ഇവിടെ ഉണ്ടായ മാറ്റം? ഈ 2019 നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ G7 രാജ്യങ്ങൾ നിർബന്ധിതരായി എന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ത്യയെ മാറ്റി നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം കനേഡിയൻ പ്രൈം മിനിസ്റ്റർ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു കാലത്ത് G7 ചിലപ്പോൾ ലോകത്തെ വിവിധ വിഷയങ്ങളെയോ വിവിധ സംഭവങ്ങളെയോ നിയന്ത്രിച്ചിരുന്നിരിക്കാം. ഇനി അങ്ങോട്ട് പക്ഷേ G7 അത്തരം ഒരു പ്രാധാന്യമില്ല. ലോകം പുതിയൊരു വേൾഡ് ഓർഡറിലേക്ക് മാറുകയാണ്. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ബ്രസീലിനെ പോലെയുള്ള രാജ്യങ്ങളെയോ ഒന്നും ഇനി മാറ്റി നിർത്താൻ കഴിയില്ല. ഇന്ത്യയൊന്നും ഇല്ലാത്തൊരു ലോകക്രമത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കനേഡിയൻ പ്രൈം മിനിസ്റ്ററാണ് ഇന്നലെ. എല്ലാ വാർത്താ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യ ഇന്നത്തെ പൊസിഷൻ മോദി വന്നതിന് ശേഷം നേടിയെടുത്തതാണ്, ആരും കൊണ്ടുവന്ന് കയ്യിൽ വെച്ചെന്നതല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മൻമോഹൻ സിംഗിനെ 2009 അവസാനമായിട്ട് G7 വിളിക്കുന്നത്. അതിനുശേഷം 2019 വരെ ഇന്ത്യക്ക് കാത്തിരിക്കേണ്ടി വന്നു G7 എത്തുന്നതിന് വേണ്ടിയിട്ട്. അത് മോദി വന്നതിന് ശേഷം ആഗോള തലത്തിൽ ഇന്ത്യ ആർജിച്ചെടുത്ത കരുത്താണ്. 2019 മോദിക്ക് പുറകിലായിരുന്നു സ്ഥാനം. 2026 മോദി മുന്നിലാണെന്ന് മാത്രമല്ല, G7 സുപ്രധാനപ്പെട്ട അടച്ചിട്ട മുറികളിലെ ചർച്ചകളിലും എല്ലാ നയതന്ത്ര കീഴ്വഴക്കങ്ങളും മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദി പങ്കെടുത്തു എന്നുള്ളതാണ്. അതായത് ഈ G7 ഒരു ചട്ടക്കൂട് അനുസരിച്ച് അതിലെ മെമ്പേഴ്സ് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഫുൾ ആക്സസ് ഉള്ളത്. ഗസ്റ്റ് ആയിട്ട് വരുന്ന രാജ്യങ്ങൾക്ക് ഭാഗികമായ ആക്സസ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ഉച്ചകോടിയുടെ എല്ലാ ചടങ്ങുകളിലും അവരുണ്ടാവില്ല, എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കില്ല, എല്ലാ വിഷയങ്ങളിലും അവർ ഇടപെടില്ല, ലിമിറ്റഡ് ആയിരിക്കും. ചില കാര്യങ്ങളിൽ ഉണ്ടാവും, എല്ലാ ഫോട്ടോ സെഷനിലും ഉണ്ടാവില്ല, ഒരു ഫുൾ ഫോട്ടോ സെഷനിൽ കാണും, പിന്നെ G7 മാത്രം ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്. അങ്ങനെ കുറെ ചട്ടങ്ങളൊക്കെ ഉണ്ട്. ഇത്തവണ നരേന്ദ്രമോദി വന്ന സമയത്ത് ഇതെല്ലാം മാറി. അതായത് സാധാരണ രീതിയിൽ ഗസ്റ്റ് രാജ്യങ്ങൾ പങ്കെടുക്കാത്ത G7 ചർച്ചകളിൽ ഇത്തവണ നരേന്ദ്രമോദി പങ്കെടുത്തു, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തു. അതായത് G7 എല്ലാ കീഴ്വഴക്കങ്ങളെയും നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് മാറ്റുകയുണ്ടായി എന്നുള്ളതാണ് ഈ തവണ ഉണ്ടായ മാറ്റം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ചുമ്മാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നമുക്കിങ്ങ് കൊണ്ടുവച്ചെന്നതാണോ? നരേന്ദ്രമോദി വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ലീഡർ ആയതുകൊണ്ട് മോദിയെ മുൻനിരയിൽ നിർത്താൻ അവർ നിർബന്ധിതരാവുന്നു. മോദിയെ മാറ്റി നിർത്താൻ അവർക്ക് കഴിയാതെ വരുന്നു. ഇന്ത്യയെ മാറ്റി നിർത്താൻ അവർക്ക് കഴിയാതെ വരുന്നു. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. വെറുതെ കൊടുക്കുന്ന അംഗീകാരങ്ങളല്ല, അതൊക്കെ സ്വന്തം കഴിവ് കൊണ്ട് കരുത്തുകൊണ്ട് നേടിയെടുക്കുന്നതാണ്. നമ്മുടെ രാജ്യം ഇന്ന് ശക്തമായതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് പാശ്ചാത്യ ലോകം, പ്രത്യേകിച്ച് G7 രാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നുകൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.